അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ വരെ 800+ പോയ വേക്കൻസി ഇപ്രാവശ്യം വെറും 300 മാത്രമായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. 570 വേക്കൻസി ഞങ്ങൾ RTI വെച്ചതാണ്, അത് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റും. നമസ്കാരം. കഴിഞ്ഞ 16 ദിവസമായിട്ട് സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടത്തുന്നവരാണ് CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥിനികൾ. ഇവിടെ സമരം തുടങ്ങിയിട്ട് 16 ദിവസമായെങ്കിലും ഇതുവരെ അവർക്ക് പ്രതീക്ഷിക്കുന്ന ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇനിയിപ്പോൾ മുന്നോട്ടേക്ക് 2 ദിവസം മാത്രമാണ് ഇവരുടെ നിയമന കാലാവധി അവസാനിക്കാനുള്ളത്. 19-ാം തീയതി 2022 ലിസ്റ്റിലെ CPO ഉദ്യോഗാർത്ഥിനികളുടെ നിയമന കാലാവധി അവസാനിക്കുകയാണ്. ഇതിനു മുമ്പ് ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ 200-ലധികം ഉദ്യോഗാർത്ഥിനികളുടെ അവസരമാണ് നഷ്ടപ്പെടുന്നത്. ഇതിൽ ഒരുപാട് ആളുകൾക്ക് അവസാനത്തെ അവസരമായി നിൽക്കുന്നുമുണ്ട്. അത്തരത്തിൽ നിരവധി പ്രശ്നങ്ങളും അതുപോലെ തന്നെ കഷ്ടപ്പാടുകളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന നിരവധി ഉദ്യോഗാർത്ഥിനികളുടെ ദയനീയാവസ്ഥയാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് ഇതിൽ പെടുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥിനികളുടെ അവസ്ഥ എന്ന് പറയുന്നത് കഴിഞ്ഞ 3 വർഷമായി ഇതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. നിയമനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു അവർ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി പാസ്സായി. അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് നടത്തി വളരെ വലിയൊരു കട്ട് ഓഫ് തന്നെയാണ് ഈ തവണ ഉണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെ മറികടന്നുകൊണ്ട് അർഹരായി മാറിയവരാണ് ഇവർ. പക്ഷെ ഇവരെ നിയമനത്തിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളത് വലിയ ആശങ്കയായിട്ട് ഇവർ ഉന്നയിക്കുകയാണ്. ഇനി മുന്നോട്ട് വരുന്ന 2 ദിവസം, അതിൽ ഒരു ദിവസം പൊതു അവധിയാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് സർക്കാർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഒരുപാട് ഉദ്യോഗാർത്ഥിനികളുടെ ജീവിതം തന്നെ മാറി മറിയാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഇതൊന്നും സംസ്ഥാന സർക്കാർ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ദയനീയാവസ്ഥ. കഴിഞ്ഞ ദിവസം അടക്കം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നിരുന്നു. ആ ഒരു സമയത്ത് സംസ്ഥാന സർക്കാർ പറയുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പറഞ്ഞത് അർഹതപ്പെട്ടവർക്കൊക്കെ അവസരം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയുള്ള ഓരോ ഉദ്യോഗാർത്ഥിനികളും ചോദിക്കുന്നത് ഫിസിക്കൽ ടെസ്റ്റ് അടക്കം പാസ്സായി നിൽക്കുന്ന ഞങ്ങൾ എങ്ങനെയാണ് അർഹരാവാത്തത് എന്നുള്ളതാണ്. അതേസമയം സാമ്പത്തിക ബാധ്യതയാണ് ഇവരെയൊക്കെ ജോലിയിലേക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ടായിട്ട് സംസ്ഥാന സർക്കാർ തുറന്നു കാണിക്കുന്നത്. അതുകൊണ്ട് ഇവരെ ജോലിക്ക് എടുക്കുകയാണെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകും, ഇവർക്ക് ശമ്പളം കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന് പറയുന്നു. ആ ബുദ്ധിമുട്ടുകളൊക്കെ പരിഗണിച്ചുകൊണ്ടും അവസരം ജോലിയിലേക്ക് ആളുകളെ വേണ്ട എന്നുള്ളതടക്കമുള്ള തീരുമാനങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ആയിരുന്നുവെങ്കിൽ എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന്റെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ നീന്തൽക്കുളം നവീകരിക്കാൻ വേണ്ടി 4 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്ന് കണ്ടെത്തിയത്. ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്കൊക്കെ സംസ്ഥാന സർക്കാർ പണം കണ്ടെത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യം അടക്കം ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്തായാലും പലതരത്തിലുള്ള പ്രതിഷേധ സമര മുറകളാണ് ഇവിടെ നിന്ന് CPO ഉദ്യോഗാർത്ഥിനികൾ കഴിഞ്ഞ 16 ദിവസമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുട്ടിലിഴഞ്ഞും പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിരാഹാരം കിടന്നു. കഴിഞ്ഞ ദിവസം കറുത്ത തുണി കാലിൽ കെട്ടി ഇവിടെ കിടന്നുരുളുന്ന രീതിയിലായിരുന്നു പ്രതിഷേധ സമരങ്ങൾ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോ ഇവിടെ ഇവർ ശവത്തിന്റെ പ്രതീകമായി കിടന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധ സമരമാണ് നടത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഞങ്ങളെ ജീവനോടെ കൊന്നു എന്നതിന്റെ ഒരു പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സമരമുറ പ്രയോഗിച്ചത് എന്നതാണ് ഇവിടുത്തെ ഉദ്യോഗാർത്ഥിനികൾ പറയുന്നത്. എന്തായാലും വരുന്ന ഒരു ദിവസം അത് നിർണായകം തന്നെയാണ്. ആ ഒരു ദിവസത്തിൽ സംസ്ഥാന സർക്കാർ എടുക്കുന്ന തീരുമാനം, അതിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്. ആ ഒരൊറ്റ പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഈ ഉദ്യോഗാർത്ഥിനികൾ പറയുന്നത്. ആ ഒരൊറ്റ ദിവസം കൊണ്ട് ഇനിയൊരു നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട് എന്നാണ് അതെ, ഞങ്ങളുടെ ആദ്യത്തെ പ്രതികരണമാണ്. ഞങ്ങളുടെ പ്രതീകാത്മകമായിട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങളെ ജീവനോടെ കൊന്നു കളഞ്ഞു. അപ്പോ ഞങ്ങള് 19-ാം തീയതി വരെ എന്തൊരു ഹോപ്പ്, ഒരു ശുഭപ്രതീക്ഷ ഞങ്ങളെല്ലാവരും ഉള്ളിലുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ പിടിച്ചു നിന്നത്. അപ്പൊ ഇപ്പോഴും ഒരു പ്രതീക്ഷയുണ്ട്. ഇനി 19-ാം തീയതി എന്താവുന്ന ഞങ്ങൾക്ക് അറിയില്ല. അപ്പോ എല്ലാവരും ഇത് ജീവനോടെ കൊന്നു എന്നുള്ളത് കാണിക്കാനാണ് ഞങ്ങള് ഇങ്ങനെ ചെയ്തത്. എല്ലാവരുടെയും അവസ്ഥ തന്നെയാണ്. ഞങ്ങളുടെ ഉള്ളിലൊക്കെ മരിച്ചു കഴിഞ്ഞു. ഞങ്ങള് ഒരു ദിവസം മാത്രമാണല്ലോ ഇതിനു മുമ്പ് സർക്കാർ ആശമാരുടെ സമരമൊക്കെ എടുത്തു നോക്കുമ്പോഴും സർക്കാർ ഒരുപാട് ദിവസം തള്ളി നീക്കുമ്പോൾ അതുപോലെ ഒരു വിധിയായിരിക്കുമോ ഇവിടെ ഉണ്ടാകുന്നത്? ഇല്ല, ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് തീർത്തും ജെന്യൂനാണ്. കാരണം ഞങ്ങൾ RTI വെച്ചതാണ്. ഞങ്ങൾക്ക് 570 വേക്കൻസി ഉണ്ട്. അപ്പൊ അത് ഞങ്ങളുടെ അവകാശപ്പെട്ടതാണ്. അല്ലാതെ ഞങ്ങൾക്ക് തന്നത് കുറഞ്ഞു പോയെന്നോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നോ ഒന്നല്ല പറഞ്ഞു. ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് കൊടുത്തു വരുന്ന നിയമനങ്ങൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. കാരണം ഈ ചരിത്രത്തിൽ ആദ്യത്തെ ഇത്രയും ഉയർന്ന കട്ട് ഓഫോട് കൂടി പാസ്സായ ആളുകളാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങള് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ തഴുകി എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. അപ്പൊ ഞങ്ങളുടെ ലിസ്റ്റിൽ എന്ന് പറയുന്നത് ഇത്രയും ഹയസ്റ്റ് കട്ട് ഓഫ് ആയതുകൊണ്ട് കുട്ടികളുടെ എണ്ണം കുറവാണ്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ വരെ 800+ പോയ വേക്കൻസി ഇപ്രാവശ്യം വെറും 300 മാത്രമായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്
വന്നാൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. 570 വേക്കൻസി ഞങ്ങൾ RTA വെച്ചതാണ്, അത് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. അതെ മീറ്റിംഗിൽ സംഭവിച്ച നടപടികളൊക്കെ എങ്ങനെയാണ്? അതെ അതുകൊണ്ടാണ് അതിന്റെ പിറ്റേ ദിവസമായി ഇന്ന് ഞങ്ങൾ അതിനെതിരെ പ്രതിഷേധിക്കായിരുന്നത്. കാരണം ഞങ്ങളുടെ അവസാനത്തെ പ്രതീക്ഷയായിരുന്നു ഇന്നലത്തെ ക്യാബിനറ്റ്. ആ ക്യാബിനറ്റിൽ നമ്മുടെ ബഹുമാനപ്പെട്ട CM പറഞ്ഞത് ഞങ്ങൾക്ക് വേക്കൻസി ഇല്ല തരാനാണെന്നാണ്. ഞങ്ങളുടെ കയ്യിൽ പ്രൂഫുണ്ട്, 570 വേക്കൻസി ഉണ്ട് RTA പ്രകാരം. പിന്നെ അദ്ദേഹം പറയുന്നത് നമുക്ക് അർഹതയുള്ളവർക്ക് ജോലി കൊടുത്തു എന്നാണ്. അത് തീർത്തും ഞങ്ങള് ഒരുപാട് സങ്കടകരമായ ഒരു വസ്തുതയാണ്. കാരണം ഞങ്ങൾ ഇത്രയും കട്ട് ഓഫ് ഉയർന്ന് വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് എന്തുകൊണ്ട് അർഹതയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് അറിയില്ല.